ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SSP പോർട്ടലിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിൽ തന്നെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്സ്. ഈ രണ്ടെണ്ണം നമ്മൾ ഈ വീഡിയോയിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ തന്നെ ഈ സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്സ് വളരെ സിമ്പിളാണ്, ഒരു സീനില്ലാത്തൊരു സംഭവമാണ് ഈ സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്സ്. നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുന്നു, അതിൽ നമ്മളൊരു ബ്ലാക്ക് ഇങ്ക് കൊണ്ട് സൈൻ ചെയ്യുന്നു, അതൊരു ഫോട്ടോ എടുക്കുന്നു. പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കുന്നത് സജസ്റ്റ് ചെയ്യുന്നില്ല. ഒന്നുകിൽ നിങ്ങളത് സ്കാനർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ മൊബൈലിൽ അഡോബ് സ്കാനോ അതുപോലെയുള്ള വല്ല ആപ്ലിക്കേഷൻ വെച്ചിട്ട് സ്കാൻ ചെയ്യുക. അതാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു ക്വാളിറ്റി കാണിക്കും. ഒരു സ്കാൻ ചെയ്ത ഒരു ഇമേജിൻ്റെ പോലെ ആ ഒരു ഫയൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനുശേഷം JPG ആയിട്ട് ഫയൽ സേവ് ചെയ്ത് വെക്കുക. അതായത് PDF അല്ല, JPG ആക്കിയിട്ട് നമ്മൾ ഫയൽ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഇനി ഫോട്ടോ റിക്വയർമെൻറ്റ്സ്, ഇതിലാണ് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ബ്ലൂ കളറൊക്കെ ആയിരിക്കും. ഈ ബ്ലൂ കളറ് മാറ്റുന്നത് എങ്ങനെ, അതുപോലെ ഇനി നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് ചിലപ്പോൾ അതിൻ്റെ പിക്സലും വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോയുടെ സൈസ് ചിലപ്പോൾ 1 MB 2 MB ഒക്കെ ഉണ്ടായിരിക്കും. ഇത് എങ്ങനെ കുറക്കാം എന്നുള്ളത് നോക്കുന്നത്. ആദ്യം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഓടിച്ച് നോക്കാം. ഒന്നുകിൽ കളറായിരിക്കണം, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം. 80% ഫേസ് ഉണ്ടായിരിക്കണം. മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇമേജ് നല്ല ക്ലിയർ ഉണ്ടായിരിക്കണം. കൂളിംഗ് ഗ്ലാസ് അതുപോലെ തന്നെ തൊപ്പിയൊന്നും ധരിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കണ്ണട ധരിക്കാം, അതായത് സ്പെക്ടക്കിൾ, പവറുള്ള കണ്ണട. നമ്മൾ സാധാരണ നോർമലി യൂസ് ചെയ്യുന്ന കണ്ണട നമുക്ക് ധരിക്കാൻ പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം, മസ്റ്റ് ബി ഇൻ വൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുഖം വളരെ റിലാക്സ് ആയിരിക്കണം, വളരെ ഗൗരവം പിടിച്ചിട്ടോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. പിന്നെ അടുത്തത് റെഡ് ഐ. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫ്ലാഷ് ഉപയോഗിച്ചിട്ടാണ് പല പിക്ചേഴ്സ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് റെഡ് ഐ വരും. ആ റെഡ് ഐ റിമൂവർ എന്നുള്ള സംഭവം നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫോട്ടോ എടുത്ത് ഫ്ലാഷ് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ കണ്ണിൽ ഒരു റെഡ് കളർ കാണും, ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ആ സംഭവം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. അതുപോലെ പറഞ്ഞ് തൊപ്പി അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് പോലത്തെ സംഭവങ്ങൾ ധരിക്കാൻ പാടില്ല. പക്ഷേ ഹവർ റിലീജിയസ് ഹെഡ് വിയർ ഈസ് അലൗഡ് എന്ന് വെച്ചാൽ തൊപ്പി, മഫ്ത, തട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലൗഡ് ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഇവർ ഷുഡ് നോട്ട് കവർ ദ ഫേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഷുഡ് നോട്ട് കവർ ദ ഫേസ് എന്ന് പറയുമ്പോൾ അതിൽ ചെവി കൂടി ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഇടുന്ന സമയത്ത് തട്ടത്തിൻ്റെ ആ ഒരു ചെവി കാണിക്കുന്ന രീതിയിൽ ആയിരിക്കണം അതിൻ്റെ ഫോട്ടോയുടെ സൈസ് വരേണ്ടത്. അതായത് ചെവി കവർ ചെയ്തിട്ടും അതിൽ മുടി കൊണ്ട് ചെവി കവർ ചെയ്തിട്ടോ അങ്ങനെയുള്ള ഫോട്ടോ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഷുഡ് നോട്ട് കവർ ദ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. നെക്സ്റ്റ്, നോ സെൽഫി ഒന്നും അലൗഡ് അല്ല. പിന്നെ ഇതിൻ്റെ സൈസ് 20 to 50 KB. ഇപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആൾറെഡി വൈറ്റ് ആണ്, ബ്ലൂ അല്ല, അല്ലെങ്കിൽ വേറൊരു കളറും അല്ല. സിമ്പിളായിട്ട് ജസ്റ്റ് സൈസ് മാത്രം കുറച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ സൈസ്, ഇമേജിൻ്റെ സൈസ് ഏകദേശം ഒരു 1 MB അല്ലെങ്കിൽ 800 KB ഒക്കെയാണ് എന്ന് വിചാരിക്കുക. അത് ഇനി 50-20 KBക്കുള്ളിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സിമ്പിളായിട്ട് വാട്സപ്പിലൂടെ ആർക്കെങ്കിലും ആ ഇമേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആളോട് തിരിച്ചയക്കാൻ പറയാം. ഡോക്യുമെൻ്റ് അല്ലാതെ ഷെയർ ചെയ്യണം കേട്ടോ. ഡോക്യുമെൻ്റ് അല്ലാതെ ഷെയർ ചെയ്യുക, തിരിച്ച് ഇങ്ങോട്ട് തന്നെ അയക്കാൻ പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇമേജിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടാകും. ഒരു 20 to 50 ഉള്ളിൽ അപ്പോഴും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡ്യൂസ് ഇമേജസ് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്, image.com, reduceimages.com. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ സൈസ് എഴുതിക്കണം. 120 KB ആണുള്ളത്. അത് അതിൻ്റെ ക്വാളിറ്റി കുറച്ചു ഒരു 60% മാറ്റി. അപ്പോൾ സൈസ് കണ്ടോ, വെറും 8 KB ആയി മാറി, 7.8 KB. ഇതിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ കണ്ടോ, വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ക്വാളിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ലോ സൈസിലും ഹൈ ക്വാളിറ്റി. ഇതാണ് ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. പക്ഷേ ഈ ഇമേജിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്യുവർ വൈറ്റ് അല്ല, യെല്ലോ ആയിട്ടുള്ള കളറാണ്. ഈ ഒരു കളർ വൈറ്റ് ആക്കണം. അടുത്തത് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഇനി ആർക്കെങ്കിലും ലാപ്പില്ല അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ അറിയില്ല, പക്ഷേ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ആൾ പ്രൊഫഷണൽ ഡിസൈനറാണ്. ആൾക്ക് നിങ്ങൾ ആ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി. ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഞാൻ ആൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കി തരും. അതുപോലെ തന്നെ 80% ഫേസ്, ആ റെഡ് ഐ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ടും ഈ പറഞ്ഞ KBക്കുള്ളിലുമായിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും. അതിനെന്തോ ഒരു 50 രൂപ എന്തെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി, ആൾ സെറ്റാക്കി തരും. ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ട് പറയല്ല, ഇത് പലർക്കും ഈ ഒരു സംഭവം അറിയില്ല. പലരും വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, പലർക്കും ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ അറിയില്ല, പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ
അല്ലെങ്കിൽ പിന്നെ ഇത് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കോൺടാക്ട് ചെയ്യണം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഈ ഒരു സംഭവം റെഡിയാക്കി തരും. ഇനി അടുത്തതായിട്ട് ആർക്കെങ്കിലും ഫോട്ടോഷോപ്പ് അവരുടെ ലാപ്പിലുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ റെഡിയാക്കാമെന്നാണ് അടുത്ത് നോക്കുന്നത്. വളരെ സിമ്പിളാണ് പരിപാടി. ഫോട്ടോഷോപ്പിൽ നമുക്ക് ആ ഇമേജ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിത് 3 വഴിയിലൂടെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു യെല്ലോ മാറ്റിയിട്ട് വൈറ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് മാജിക് ടൂൾ എന്ന് പറയും. W ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ മാജിക് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പേസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ സെലക്റ്റായി. അതിനുശേഷം ഇതാണ് ഫോർഗ്രൗണ്ട്, ഇത് ബാക്ക്ഗ്രൗണ്ട്. ഇത് ആൾറെഡി നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ അത് ഒരൊറ്റ ലെയറായിട്ടേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോർഗ്രൗണ്ടിലാണ് ഈ ഒരു കളർ ചേഞ്ച് ചെയ്യേണ്ടത്. അത് വൈറ്റ് ആക്കിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയി. ഇത്രയുള്ള സംഭവം. അതിനുശേഷം നമ്മൾ ഇമേജ് സൈസ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൽ പോയിട്ട് ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം വളരെ കുറച്ച് കൊടുത്താൽ മതി. 100 ആയി കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ സൈസ് കുറയും. ഓക്കെ, ഈ ഇമേജിൻ്റെ ഇപ്പോൾ സൈസ് കുറഞ്ഞ് നോക്കണ്ട, പക്ഷേ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ ഞാൻ സേവ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് എത്ര സൈസാണ് വേണ്ടത്, 48 KB എത്രയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് 50 KB വരെ പോകാൻ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഒരു 39 KB എടുത്ത് ഓക്കെ കൊടുത്തു. ഇനി അതാ ആ ഇമേജ് എടുത്ത് നോക്കുകയാണ്. എന്താ ഫൈസ്, ഇതിൻ്റെ സൈസ് എടുത്ത് നോക്കാം. 25 KB അത്ര ആയിട്ടുള്ളൂ. ഇമേജ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്തത്, ഇപ്പോൾ ചിലരുടെ ഹെയർ സ്റ്റൈലൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ എൻ്റെത് ഇങ്ങനെ കാര്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇപ്പോൾ എന്നാലും ഇവിടെ ചിലതുണ്ട് വൈറ്റ് പോലത്തെ കളറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബ്ലൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഇമേജ് ആൾറെഡി വൈറ്റ് ആണ്. അത് ഞാൻ യെല്ലോ ആക്കിയപ്പോഴാണ് ഇവിടെ വൈറ്റിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൾറെഡി ആരുടെയെങ്കിലും ബ്ലൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ബ്ലൂയിഷ് ടച്ച് ഉണ്ടാവും. ഈ ഒരു സംഭവം റിമൂവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെൻ ടൂൾ, അത് നിങ്ങൾക്ക് P എന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിളായിട്ട് അപ്പോൾ ഈ ഒരു ഏരിയ കട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ കാണിക്കാം. ഈ ഒരു ഏരിയ ഇത് സെലക്ട് ചെയ്തു, കൺട്രോൾ എൻ്റർ അടിച്ചാൽ സെലക്ഷൻ കിട്ടി. അതിനുശേഷം ഇവിടെ ആൾറെഡി വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾട്ട് ബാക്ക് സ്പേസ് കൺട്രോൾ D അടിക്കുക, സംഭവം സെറ്റായി. ഇതേപോലെ ഇത് എക്സാമ്പിൾ കാണിച്ചാൽ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സൈഡും, അതായത് ഫുൾ സൈഡ് നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഗതി വളരെ കൃത്യമായിട്ട് കിട്ടും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഹെയറിൻ്റെ സൈഡെങ്കിലും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ആ ഒരു ഏരിയ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ടൂള്, ആർക്കെങ്കിലും ഈ P ടൂൾ യൂസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വേറൊരു ടൂളുണ്ട്, മാഗ്നറ്റിക് ടൂൾ. L ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് L എന്നുള്ള ലെറ്റർ അത് ക്ലിക്ക് ചെയ്താൽ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോഫ്റ്റ്വെയർ അതിനെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്റ് ഇങ്ങനെ സെലക്റ്റായി പോകും. പെൻ ടൂൾ ഒന്നുകൂടി പ്രൊഫഷണൽ ടച്ചാണ്. ഇതാകുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകും. ഇതും സെയിം സംഭവം തന്നെ. ജസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തെടുത്ത് വന്ന് നിൽക്കുക, സെലക്ട് ചെയ്ത ഓട്ടോമാറ്റിക് സെലക്ഷൻ കിട്ടും. ആൾട്ട് ബാക്ക് സ്പേസ് അടിക്കുക, വൈറ്റ് കിട്ടി, കൺട്രോൾ D അടിച്ചാൽ പോയി. ഇത്രയുള്ള സംഭവം. ഇത് ഞാൻ ജസ്റ്റ് സൈഡ് മാത്രമേ കാണിച്ചുള്ളൂ. ഇതുപോലെ ഫുള്ള് ചെയ്താലും സംഗതി കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം. ആൾറെഡി വൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇമേജ് സൈസ് reduceimages.com ഈ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം സെലക്ട് ചെയ്യുക, ക്വാളിറ്റി കൊടുക്കുക. ആൾറെഡി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ 2 ഓപ്ഷൻ ഉപയോഗിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല, ആ ഫ്രണ്ടിന് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, അവൻ റെഡിയാക്കി തരും. ഞാൻ എല്ലാ റിക്വയർമെൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാവും ചിലപ്പോൾ ഒന്നും കൂടി നല്ലത്. കാരണം വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫയൽ കിട്ടും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കൂളിംഗ് ഗ്ലാസ് തൊപ്പിയൊന്നും അലൗഡ് അല്ല. പക്ഷേ റിലീജിയസ് ഹെഡ്വെയർ ഉപയോഗിക്കുക. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്, ഇറ്റ് ഷുഡ് നോട്ട് കവർ ദ ഫേസ്. അതായത് ഗേൾസ് ചെവി കാണിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അത് ഈ നീറ്റ് എക്സാമിനൊക്കെ ഉണ്ട് ഈ റിക്വയർമെൻറ്റ്. അതുകൊണ്ട് ഫുൾ കവറായിട്ടുള്ള ഫോട്ടോ അല്ല ഇവർ ഉദ്ദേശിച്ചുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.